2300 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്തകൾ കൊണ്ട് ഒരു സാമ്രാജ്യത്തിൻ്റെ ഗതി മാറ്റിമറിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ചാണക്യൻ എന്നായിരുന്നു. തത്വചിന്തകനും അധ്യാപകനും തന്ത്രജ്ഞനുമായിരുന്നു. രാജാക്കന്മാർ അദ്ദേഹത്തിൻ്റെ ഉപദേശം പിന്തുടർന്നു. അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശത്താൽ സാമ്രാജ്യങ്ങൾ ഉയർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം ഇന്നും പ്രതിധ്വനിക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇതാണ്: ഭരണാധികാരികൾക്കും യോദ്ധാക്കൾക്കും അദ്ദേഹം നൽകിയ അതേ നിയമങ്ങൾ ഇപ്പോഴും നമ്മുടെ ആധുനിക ലോകത്ത് ബാധകമാണ്. ഈ വീഡിയോയിൽ വിജയത്തിനായുള്ള ചാണക്യൻ്റെ 3 കാലാതീതമായ നിയമങ്ങൾ നമുക്ക് പരിശോധിക്കാം. അവ ഇപ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്നും നമുക്ക് പരിശോധിക്കാം. നമസ്കാരം, മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന ഈ ആധുനിക ലോകത്ത് ചരിത്രത്തിലെ ഏറ്റവും മഹാന്മാരായ ചാണക്യൻ, ബുദ്ധൻ, വിവേകാനന്ദൻ തുടങ്ങിയവരുടെ മനസ്സുകളിൽ പിറന്ന തന്ത്രങ്ങളും വിജയത്തിൻ്റെ രഹസ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. പുരാതന ജ്ഞാനത്തെ ആധുനിക ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ശക്തമാക്കാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. റൂൾ നമ്പർ 1: മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. അഥവാ ദീർഘവീക്ഷണത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. വിജയം കാത്തിരിക്കുന്നവർക്കുള്ളതല്ല, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കാണെന്ന് ചാണക്യൻ വിശ്വസിച്ചു. അദ്ദേഹം പറഞ്ഞു, ദീർഘനേരം ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യാത്ത ഒരാൾക്ക് തൻ്റെ വാതിൽക്കൽ കുഴപ്പം കണ്ടെത്തും. ജീവിതത്തെ ഒരു ചതുരംഗ പലകയായി സങ്കല്പിക്കുക. ഇന്ന് നിങ്ങൾ നടത്തുന്ന ഓരോ നീക്കവും നാളത്തെ നിങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നു. ഒരു പദ്ധതിയുമില്ലാതെ അലഞ്ഞു തിരിയുന്നവർ കുടുങ്ങിപ്പോകും. എന്നാൽ 2-3 ചുവടുകൾ മുന്നോട്ട് ചിന്തിക്കുന്നവർ അവർ സ്വന്തം ഭാവിയെ രൂപപ്പെടുത്തുന്നു. ഏതെങ്കിലും വിജയിച്ച നേതാവിനെയോ സംരംഭകനെയോ കായിക താരത്തെയോ നിങ്ങളൊന്ന് നോക്കൂ. അവരുടെ വിജയങ്ങൾ ഭാഗ്യത്തിൽ നിന്നുണ്ടായതല്ല, അവർ വിശദമായ തയ്യാറെടുപ്പിൽ നിന്നാണ് വന്നത്. യുദ്ധത്തിൽ കടക്കുന്നതിന് മുമ്പ് യുദ്ധതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ ചാണക്യൻ തൻ്റെ രാജാക്കന്മാരെ ഉപദേശിച്ചതുപോലെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വന്തം പാത നിങ്ങൾ തന്നെ ആസൂത്രണം ചെയ്യണം. നിങ്ങൾ ഒരു കാര്യം അപ്പോൾ തോന്നുമ്പോൾ അത് ചെയ്യരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക, ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കുക. തടസ്സങ്ങൾ നിങ്ങളെ ബാധിക്കുന്നതിന് മുമ്പ് അവ മുൻകൂട്ടി കാണുക. ഭാവി വിജയം തയ്യാറെടുപ്പ് നടത്തുന്നവരുടെയാണ്. റൂൾ നമ്പർ 2: നിങ്ങളുടെ സുഹൃത്തിനെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. ഒരു ജ്ഞാനിയായ അല്ലെങ്കിൽ നല്ല അറിവുള്ള ഒരു സുഹൃത്ത് 1000 പട്ടാളക്കാരെക്കാൾ വിലപ്പെട്ടതാണെന്ന് ചാണക്യൻ പഠിപ്പിച്ചു. എന്തുകൊണ്ട്? കാരണം തെറ്റായ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ശത്രുക്കളെക്കാൾ വേഗത്തിൽ നിങ്ങളെ നശിപ്പിക്കാൻ കഴിയും. ഒന്ന് ആലോചിച്ചു നോക്കൂ, മോശം കൂട്ടുകെട്ട് എത്ര സ്വപ്നങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. വളരാൻ ആഗ്രഹിക്കാത്തവരാൽ ചുറ്റപ്പെട്ടതിനാൽ എത്ര പേർ ശരാശരിക്കാരായി തുടരുന്നു. ചാണക്യൻ തന്നെ ജീവിക്കുന്ന തെളിവായിരുന്നു. സ്വന്തം സൈന്യങ്ങളാൽ അദ്ദേഹം സാമ്രാജ്യങ്ങൾ കീഴടക്കിയില്ല. അദ്ദേഹം ഒരു യുവ വിശാല കാഴ്ചപ്പാടുള്ള യോദ്ധാവ് ചന്ദ്രഗുപ്ത മൗര്യനെ നയിച്ചു. അവർ ഒരുമിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാജവംശങ്ങളിലൊന്ന് കെട്ടിപ്പടുത്തു. സൈനിക ശക്തി കൊണ്ടല്ല, തന്ത്രപരമായ കൂട്ടുകെട്ടുകൊണ്ടാണ്. നിങ്ങളുടെ ചുറ്റും പരിശോധിക്കുക. നിങ്ങളെ താഴേക്ക് വലിച്ചേക്കുന്ന കപട സുഹൃത്തുക്കളെ ഒഴിവാക്കുക. നിങ്ങളോട് ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും പ്രചോദിപ്പിക്കുകയും നിങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ആളുകളുമായി നിങ്ങൾ സൗഹൃദം സ്ഥാപിക്കുക. വിജയം ഒറ്റക്കുള്ളൊരു കളിയല്ല, അതൊരു ടീം വർക്കാണ്. നിങ്ങളുടെ ടീമിനെ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക. റൂൾ നമ്പർ 3: നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം നിയന്ത്രിക്കുക. കാരണം അച്ചടക്കം ശക്തിയാണ്. ചാണക്യൻ പറഞ്ഞു, സ്വയം നിയന്ത്രിക്കുന്നവർ ലോകത്തെ നിയന്ത്രിക്കുന്നു. നിങ്ങൾ പോരാടുന്ന ഏറ്റവും വലിയ യുദ്ധം മറ്റുള്ളവരോടല്ല, അത് നിങ്ങളോട് തന്നെയാണ്. നമ്മൾ അനന്തമായ അശ്രദ്ധയുടെ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ, ഗോസിപ്പ്, നൈമിഷിക സന്തോഷങ്ങൾ എല്ലാം നമ്മെ നമ്മുടെ യഥാർത്ഥ കഴിവിൽ നിന്ന് അകറ്റുന്നു. ചാണക്യൻ്റെ ജ്ഞാനം വളരെ വ്യക്തമാണ്. അച്ചടക്കമില്ലാതെ അറിവ് പാഴാകുന്നു, പദ്ധതികൾ തകരുന്നു, ബന്ധങ്ങൾ പരാജയപ്പെടുന്നു. ചരിത്രം നോക്കൂ. യോദ്ധാക്കൾ മുതൽ സന്യാസിമാർ വരെ
ആധുനിക രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ വരെ അവരുടെ എല്ലാം മഹത്വത്തിന് ഒരു പൊതു സ്വഭാവം ആത്മനിയന്ത്രണമാണ്. അവർ അവരുടെ ശീലങ്ങൾ, സമയം, വികാരങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നു. ദിനചര്യങ്ങൾ കെട്ടിപ്പടുക്കുക, നിങ്ങളുടെ പ്രേരണകൾ നിയന്ത്രിക്കുക, ചെറിയ കാര്യങ്ങളിൽ അച്ചടക്കം പരിശീലിക്കുക. ഉടൻ തന്നെ നിങ്ങൾ വലിയ കാര്യങ്ങളിൽ പ്രാവീണ്യം നേടും. അച്ചടക്കം ശിക്ഷയല്ല, അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ്. കാരണം നിങ്ങൾ സ്വയം നിയന്ത്രിക്കുമ്പോൾ മറ്റാർക്കും നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ, വിജയത്തിനായുള്ള ചാണക്യൻ്റെ 3 കാലാതീതമായ നിയമങ്ങൾ ഇവയാണ്. ദീർഘവീക്ഷണത്തോടെ ആസൂത്രണം ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക, അച്ചടക്കം കൊണ്ട് സ്വയം നിയന്ത്രിക്കുക. ചാണക്യൻ്റെ ഈ നിയമങ്ങൾ 2300 വർഷങ്ങൾക്ക് മുമ്പ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തു. അവയ്ക്ക് ഇന്ന് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും. ഒരേ ഒരു ചോദ്യം: നിങ്ങൾ അവ കേൾക്കുക മാത്രമാണോ അതോ പ്രായോഗികമാക്കുമോ? ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.